അള്ളാനെ തേടി ഒരുപാട് നാളായി. അപ്പം അങ്ങനെ കാണാനില്ല. ഇങ്ങനെ പിടിക്കാൻ ആർക്കും പറ്റില്ല. 20 വർഷമായിട്ട് നോക്കുന്നു. ഇങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ എന്തായാലും പോക്കണം. അസിസ്റ്റൻറ്റ് സിമുലേഷന് വിളിക്കാം. എന്തായാലും വീട്ടിൽ കയറിയിട്ട് ചായ കുടിക്കും. വീടത്ത് അല്ലേ വേണ്ട. ബാക്കിൽ പോയിട്ട് സിമുലേഷനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കാം. അവനിപ്പോൾ ഡ്യൂട്ടിയിലുണ്ടല്ലോ, ഞാനല്ലേ ഓഫ് ഡ്യൂട്ടി ആയിട്ടിരുന്നു. ചില അവനോട് ചോദിക്കാം. അവനൊന്ന് വിളിച്ചോക്കാം. ഹലോ. സാറേ, ഇവിടെ ഫുള്ള് പ്രശ്നമാണ് സാറേ. നമ്മൾ ആ അള്ളാ റഹ്മാനെ നമ്മൾ അവിടുത്തെ ഹോട്ടലിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട് ആ രാജധാനി ഹോട്ടലിൽ വെച്ചിട്ട് അങ്ങേരെ കണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഒരു റൂമിൽ നിൽക്കുകയായിരുന്നു. ഇത് നിങ്ങൾ ഉദ്ദേശിക്കണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള രാജധാനിയല്ലേ? ഇത് സാധാ ഒരു ലോഡ്ജ് പോലത്തെ സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ അയാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആളിന് നമ്മൾ തന്നെ ഇൻഫോർമേഷൻ കൊടുത്തത്. അയാൾ സത്യം പറഞ്ഞ ഒരു സ്പൈ ആണ്. നമ്മൾ പറഞ്ഞ് നിങ്ങൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പം വിളിക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ അവൻ ഭയങ്കര ജീനിയസാണ്. അവൻ്റെ ഡ്രസ്സ് മൊത്തം കെട്ടി തറയിൽ ഇറങ്ങി അവൻ പിന്നെ എങ്ങോട്ടും ഓടിപ്പോയി സാറേ. സത്യം പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം അവൻ്റെ മുഖം പോലും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഒരു തുണിയിൽ അറ്റം കണ്ട് അവൻ അത്ര സ്പീഡിലാണ് സാറേ ഓടിപ്പോയെ. സാറ് നടന്ന സംഭവം എന്തോന്ന് വെച്ചാൽ തന്നെ കണ്ടിട്ട് എത്ര കാലമായിരുന്നു. നമ്മളെപ്പോലെ ക്രിമിനൽസിനെ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ പോലീസിനെ പിടിക്കാൻ കഴിയും. ശബ്ദം കേൾക്കുന്നില്ലേ? സൈക്കിളിരിക്കണം പെട്ടെന്ന് വെച്ചിട്ട് വേണ്ട. ദൈവമേ, സൈക്കിളും പോയി. ഇന്നത് EMI ഇട്ട് വാങ്ങിച്ച വണ്ടിയായിരുന്നു. ഒരു കാറും ബൈക്കും വാങ്ങിയപ്പോഴത്തേക്കൊണ്ട് വാങ്ങിച്ചാണ്. എന്തുവാടാ ഇങ്ങനെ സാറേ? പിന്നെ സാറുണ്ടെങ്കിൽ കുറെ പുളുത്തിയിരുന്നു സാറ്. പിന്നെ മറ്റേ രാസറിനെ ഞാൻ കണ്ടുപിടിച്ചതിൽ നിങ്ങൾ രണ്ടുപേരും കൊണ്ട് കളഞ്ഞത്. ഇപ്പൊ അവനും ഒരിക്കും. സാറേ, കിഷോർ ആ സമയത്തില്ലായിരുന്നു, അതാണ്. കിഷോർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നോക്കിയോ സാർ. എന്നാലും ഇനി അടുത്ത് എന്ത് സംഭവിക്കും? പോലീസ് അള്ളാ റഹ്മാനെ പിടിക്കൂ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.